അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 228 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله الطلاق مرتان. ഇവിടെ തുടക്കത്തിൽ തന്നെ ഹംദത്തുൽ വസ്ലാണ് വന്നിട്ടുള്ളത്. ഹംദത്തുൽ വസ്ൽ കൊണ്ട് തുടങ്ങുമ്പോൾ മാത്രമാണല്ലോ ഹംദത്തുൽ വസ്ലിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഊട്ടിയോതുന്ന സമയത്ത് നമ്മൾ ഹംദത്തുൽ വസ്ലിനെ കട്ട് ചെയ്യും. ഇപ്പോൾ ഹംദത്തുൽ വസ്ലിന് ശേഷം ഇവിടെ ലാമ് വന്നതുകൊണ്ട് ഹംദത്തുൽ വസ്ലിൻ്റെ ഹർക്കത്ത് നമ്മൾ ഫത്തഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യുക. ലാമിൻ്റെ കൂടെ അലിഫ് സഅറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യുക കേട്ടോ. മറത്താൻ റ ഫതഹയാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. റ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന മദ് ആര് സുക്കൂനായിട്ട് മാറും. ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ നൂനിന് സുക്കൂന് കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ മദ് വന്നതുകൊണ്ട് മദ് ആര് സുക്കൂനായിട്ട് മാറും. അപ്പോൾ നമുക്കവിടെ 2, 4, 6 കൗണ്ട് വരെ നീട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഫഇംസാകും ബിമഅറൂഫ്. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. സീനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫിന് ലൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ ലെറ്ററായിട്ടുള്ള ബാ വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഉണ്ണയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. വൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. റോ വമ്മയായതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവുമത് കൂടെ വന്നു. 2 കൗണ്ട് നീട്ടാനും ശ്രദ്ധിക്കുക കേട്ടോ. ഫ കിസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ബിമഅറൂഫിൻ വ്യക്തമായിട്ട് കേൾപ്പിക്കും ചെയ്യുക. മണിക്കാതെ ഓതാനും ശ്രദ്ധിക്കുക കേട്ടോ. ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കണേ. ഇവിടെ സീനിന് സുക്കൂന് വന്നിട്ടുണ്ട്. വൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തസ്രീഹും ബിഇഹ്സാൻ ഓതരുത്. തസ്രീഹും ബിഇഹ്സാൻ. റോക്ക് കിസ്രയാണ് വന്നിട്ടുള്ളത്. യാമദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കിസ്രയാകുമ്പോൾ നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹ വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ ലെറ്ററായിട്ടുള്ള ബാ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഉണ്ണയോടുകൂടി ഓതി കൊടുക്കുക. അവിടെ നൂനിൻ്റെ സൗണ്ടിനെ കേൾക്കുകയേ ഇല്ല. മീമാക്കി മാറ്റി മറിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ഉണ്ണ കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഹ സൗണ്ട് വരുന്നത് വസത്തുൽ ഹൽക്കൽ നിന്നാണ്, തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന്. സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. സീനിൻ്റെ കൂടെ അലിഫ് സഅറ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടണം. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖില വന്നിട്ടുണ്ട് അല്ലേ. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ അങ്ങനെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന മദ് ആറ് സുക്കൂനായിട്ട് മാറും. നൂനിന് സുക്കൂന് കിട്ടും. അതിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വലായഹില്ലുലക്കും. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് മാത്രം നീട്ടുക കേട്ടോ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി ഇട്ട് കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. തൊണ്ടയുടെ അവസാനത്തെ ഭാഗത്തു നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതിൻ്റെ സൗണ്ട് കൊടുക്കരുത്. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക. 2 അക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസം, സൗണ്ടിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാം കേട്ടോ. ലക്കും മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നീ 2 അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏതക്ഷരം വന്നാലും മീം സാക്കിനെ വ്യക്തമാക്കി മണിക്കാതെ ഓത. ഇദ്ഹാർ ഷഫവി. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഹംസ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. തഹുദു നോതി പോവരുത്. തഹുദു ഹംസയെ ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫീം ചെയ്യുക.
ഹൂ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മിമ്മ ആതൈതുമൂഹുൻ, മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. മീമിന് ശബ്ദ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിക്കും വേണം, അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നീട്ടും ചെയ്യാം. ആതൈതുമൂഹുന്ന ശൈഅ, ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക. മീമിൻ്റെ കൂടെ വൗമദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു, അക്ഷമൽ ഉന്നെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഷൈഅൻ ഇല്ലാ അൻ യഖാഫ, ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസ്, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ ഹംസക്ക് ഫതഹ് തെൻവീനാണല്ലോ വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കണം, മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഷൈഅൻ ഇല്ല, നൂനിൻ്റെ സൗണ്ടിനെ ഇവിടെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക, മണിക്കാതെ ഓതാനും ശ്രദ്ധിക്കുക. അയ്യഖാഫ, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിഉനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഹ നോദിപ്പോവരുത്, ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഹ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് അക്ഷരത്തിൻ്റെ മഖ്റജും സൗണ്ടൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഇസ്തിഅല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഹെവി ആക്കി കൊടുക്കുക. യഖാഫ അല്ല, ഫ കൂടെ അലിഫ് മദ് വന്നു. അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കണം. അല്ല എന്ന് പറഞ്ഞിട്ട് മണിച്ചോത്ത് ഓതരുത്. അല്ലാ യുഖീമ, ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിൽപ്പെട്ട ഈ ഖാഫ് ഐൻ ഖ എന്നീ അക്ഷരങ്ങൾക്ക് ഇസ്രയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബേക്ക് നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. യാമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്, ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ ശ്വാസം കിട്ടാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വഖഫ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ മദ് അര സുക്കൂനായിട്ട് മാറും. വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ഹാക്ക് സുക്കൂന് കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ മദ് വന്നതുകൊണ്ട് മദ് അര സുക്കൂനായിട്ട് മാറും. 2 4 6 കൊണ്ട് ഇത് നീട്ടി വഖഫ് ചെയ്യുക. അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, അതുപോലെ വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.